ഇത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയാൽ പല പരാജയങ്ങളും ഇറങ്ങി ഓടും. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുയേശുവിന്റെ ആത്മാവിന്റെ സഹായമാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ നീ ക്രിസ്തുയേശുവിന്റെ ആത്മാവിനകത്താണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇത് വായിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ചില രോഗങ്ങൾ ഇറങ്ങിയോടും, മുണ്ടക്കയത്ത് പോലും നിൽക്കത്തില്ല. ഞാൻ അതുകൊണ്ട് അല്പം ആ രോഗത്തോട് പറയാണ്, ഒന്ന് പേടിച്ചിരുന്നോണം. ഇപ്പൊ ഒന്ന് പേടിച്ചിരുന്നോണം. ഇതിനകത്ത് പറയാൻ പോകുന്ന വേടിനകത്ത് അത് ഇറങ്ങി ഓടും. അത് മുട്ടുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും അകത്ത് കത്തിവെക്കേണ്ട പ്രശ്നമാണെങ്കിലും നിനക്ക് അവിടെ ഇനി ഇരിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ എന്നെ ആക്കിത്തീർത്ത ആത്മാവിന്റെ സഹായത്തെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടുകയാണ്. ഞാൻ എവിടെയാ ഇരിക്കുന്നത്? റോസ് എവിടെയാ ഇരിക്കുന്നത്? ക്രിസ്തു എന്ന വാസസ്ഥലത്തായിരിക്കുന്നത്. ദി മെസ്സേജ് ഓഫ് ബൈബിൾ എന്ന വാക്ക്. അതെ കാരണം ദൈവം നിങ്ങളുടെ സങ്കേതമാണ്. ദൈവം എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ സങ്കേതമാകുന്നു. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ സ്വന്തം ഭവനമാണ്. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ സ്വന്തം ഭവനമാകുന്നു. ഈ മൺകൂടാരത്തിൽ കയറിയപ്പോഴാണ് നീ പുഴുവാണെന്ന് പറഞ്ഞേ, ഏഴയാണെന്ന് പറഞ്ഞ്. നീ എന്ന ആത്മാവ് മരിച്ചു കിടന്ന സ്ഥലത്ത് വന്ന് യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഉയർപ്പിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഇപ്പോൾ ഈ മൺകൂടാരത്തിനകത്ത് ഒരുമിച്ചിരിക്കുക. അതുകൊണ്ട് പത്രോസിനോട് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ അതിനകത്ത് ഇന്നർ സർക്കിളിൽ മറ്റൊരു ഭവനത്തെ പറ്റി പറയുന്നു. ആ ഭവനം എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഇനി ആദമിനെ തോണ്ടി ചാടിച്ചതുപോലെ നിന്നെ തോണ്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു സേഫായ സ്ഥലത്താണ് കർത്താവ് നിന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് സഭ അറിയണം. ആമേൻ. ഹല്ലേലൂയ. സഭയെ ഭൂമിയിൽ ഇട്ടേച്ച് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ദൂതല്ല ഞാനിവിടെ പറയുന്നത്. അവന്റെ ഉള്ളിലാക്കി നിന്നെ വെച്ചിരിക്കുക. ഒരു വെളിപ്പാട് നിന്റെ അകത്ത് കിട്ടിയാൽ നീ ആള് മാറും. ആള് മാറും. ഇന്ന് രാവിലെ പാട്ട് പാടിയപ്പോൾ പാട്ടിന്റെ വരികളാണ്, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, വെളിപ്പാടിൽ എഴുതിയ പാടല്ലേ. സത്യത്തിൽ നമ്മൾ കരങ്ങളിലേക്കല്ല, അവന്റെ ഉള്ളിലായിരിക്കുന്നേ. ഇന്ന് പകല് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ദൂതിനെ സ്വീകരിക്കണം. അവനെന്ന ഭവനത്തിനകത്ത് നീ സുരക്ഷിതനായതുകൊണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ഇന്ന് പകല് ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവനെന്ന സുരക്ഷിതമായ പ്ലേസിൽ നിൽക്കുന്നത് കൊണ്ട് നിന്റെ വീടിനകത്ത് കയറിയ ബാധ ഇപ്പോൾ നിന്നെ വിട്ട് ഓടിപ്പോകും. ഒന്ന് പറ, ഒരനർത്ഥവും. ഇങ്ങനെ പറയണം, ഞാൻ എവിടെയാണ്? ഞാൻ ക്രിസ്തുവിനകത്തായതുകൊണ്ട്. ഞാൻ ഭൂമിയിലാണെന്ന് പറഞ്ഞാൽ നിനക്ക് അനർത്ഥം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നീ ശരീരത്തിലാണെന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നീ പറയേണ്ട ഒരു കാര്യം, ഞാൻ ഭൂമിയിലുമല്ല, ഞാൻ ജഡത്തിലുമല്ല, ഞാൻ ക്രിസ്തുവിനകത്താകയാൽ ഹല്ലേലൂയ ഒരനർത്ഥവും വൈകി ഒന്ന് പറയ സഭയായിരുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. എല്ലാ അനർത്ഥങ്ങളെയും ഞാൻ ആത്മാവിശ്വാസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ അനർത്ഥങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിലോട്ട് കേറി വരുമ്പോഴേ ഫ്രണ്ടിൽ പോയ ഒരു ഓട്ടോ ഒറ്റ ചവിട്ട്, അതിന്റെ പുറകെ ഒരു സ്വിഫ്റ്റ് കാറാണെന്ന് തോന്നുന്നു. അതിന്റെ പുറകെ ഞാൻ ഒരു നല്ല സ്പീഡിലാണ് വരുന്നത്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല വണ്ടി എങ്ങോട്ടൊക്കെ ചെതറിയെന്ന്.
ഒരു കൂട്ടയിടി 6-7 വണ്ടി കൂട്ടയിടി, അതിനിടയ്ക്ക് ഞാൻ പെട്ടുപോകേണ്ടതാണ്. ഞാൻ ഇത് കേട്ടണ്ട വരുന്നേ, ഞാൻ ആത്മാവിന് ഇത് കേട്ടണ്ട വരുന്നേ. അതല്ലയോ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും, ഒന്ന് പറ, ഒരു ബാധയും നിന്റെ കൂടാരത്തിനകത്ത്. ആ വെളിപ്പാടുണ്ടെങ്കിൽ ആ കൂടാരത്തിനകത്ത് ഒരു ബാധയും കയറി വരത്തില്ല. കൈയെന്ന് അടിച്ചെന്ന് സ്വീകരിച്ചോണം. ഈ പകല് നീ അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം നിന്റെ ഭൗതികത്തിലേക്ക് ഒഴുകും. അതുകൊണ്ട് നിന്റെ കൂടാരമെന്ന നിന്റെ ശരീരത്തിനകത്തെ രോഗത്തോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ വിട്ടു പോകണം. കൊടഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റ് ഓടിക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ യേശു എന്ന വ്യക്തിപ്രഭയെ കണ്ട് സൗഖ്യം പ്രാപിക്കുന്നത് പോലെ നിന്റെ കയ്യിലെയും കാലിനകത്തേക്ക് കയറി വന്ന രോഗാത്മാവിനോട് ഇന്ന് നീ പറയണം, ഞാൻ ഇരിക്കുന്നത് എൻ്റെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനകത്താകൊണ്ട് നിനക്ക് എൻ്റെ മേൽ, എൻ്റെ ശരീരത്തിന് മേൽ ഒരവകാശമില്ല. സഹോദരി, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഹല്ലേലൂയ. നീ ഒരു രോഗിയാണെന്നും നിന്റെ ശരീരത്തിന്റെ മേൽ രോഗത്തിന് വാഴാൻ പറ്റുന്ന ശരീരത്തിലാണെന്നും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ തെറ്റിപ്പോയി. നീ ക്രിസ്തുവിന്റെ അകത്താണ്, നീ ക്രിസ്തുവിനകത്താണ്. നിന്റെ അകത്തേക്ക് അവന്റെ ആത്മാവിന്റെ സഹായത്താൽ നീ ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കും. എനിക്കറിയാം, ഇന്ന് ഈ നിമിഷം രോഗാത്മാക്കൾ ഇറങ്ങി ഓടുന്നുണ്ട്. ഈ വെളിപ്പാടിന്റെ മുമ്പിൽ, ഈ യാഥാർത്ഥ്യ ബോധത്തിന്റെ മുമ്പിൽ അത് അഴിയാത്തതൊന്നുമില്ല. നിന്റെ കാലിലെ മന്താണെങ്കിലും തലയിലെ രോമത്തിനകത്തെ പ്രശ്നമാണെങ്കിലും ഇന്ന് കർത്താവ് അതിനെ അഴിച്ചു മാറ്റിയിരിക്കും. പ്രാപിക്ക് കൈയടിച്ച് ചില നിമിഷങ്ങളിൽ അന്യഭാഷ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്ക്. നിന്റെ വീട്ടിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, നിന്റെ സ്വത്തിലേക്ക്, നിന്റെ സമ്പന്നതയിലേക്ക്, നിന്റെ ആരോഗ്യത്തിലേക്ക്. ഞാൻ ആത്മക്കണ്ണുകളെ കണ്ടിട്ട് പറയുന്നു, നിന്റെ ശരീരത്തിന്റെ രോഗങ്ങളെ ഈ പകൽ കുടഞ്ഞു കളയുക. സാത്താന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനേ പറ്റുള്ളൂ, നിന്റെ യാഥാർത്ഥ്യത്തെ കളയാൻ പറ്റത്തില്ല. നീ ആരാണെന്നും നീ എന്താണെന്നും നീ അറിഞ്ഞാൽ, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ, അവിടെ നിന്നുള്ള സഹായം നിന്നിലേക്ക് എത്തും. ഇതുപോലെ സേഫായ ഒരു സ്ഥലം. ആമേൻ, ഹല്ലേലൂയ. പൗലോസിന് അറിയാവുന്നൊരു കാര്യമാണല്ലോ, എനിക്ക് ഇച്ചിരി കുഴപ്പമുള്ളത് ഈ ശരീരത്തിനകത്ത്, അതോടെ വിട്ടാൽ ഐ ആം സേഫ്. ഞാൻ എവിടായി? ഞാൻ ക്രിസ്തുവിന്റെ അകത്ത്. ഹല്ലേലൂയ, ഞാൻ വളരെ സേഫ് ആകുകയാണ്. നീ അത്യുന്നതനെ നിന്റെ ഭവനമാക്കിയിരിക്കുന്നു. നിന്റെ ഭവനം ആരാണ് എന്ന് പറഞ്ഞ, ഞാൻ എവിടെയാണ്? 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ആമേൻ. ഒരു കെണിക്കകത്ത് നീ വിട്ടുപോകത്തില്ല. അത് മനുഷ്യനിട്ടാലും സാത്താനിട്ടാലും ആ വല പൊട്ടിക്കാൻ കഴിയുന്ന സേഫ് പ്ലേസിൽ യു ആർ സെറ്റ്. ഹല്ലേലൂയ. എന്റെ അനയാമോള് 6 വയസ്സ് കഴിഞ്ഞു. അവക്ക് കഴിഞ്ഞ ദിവസം, ഒരു മാസത്തിന് മുമ്പ് ഞാൻ ആസാമിൽ പോയപ്പോൾ എന്തോ ഒരു ചെറിയ പേടി തോന്നി. അപ്പൊ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു, 91 സങ്കീർത്തനം വായിച്ചാൽ മതി, പിന്നെ പേടിക്കത്തില്ലെന്ന്. എല്ലാ ദിവസവും ഇവള് വായിച്ച് ഇത് കാണാപ്പാടായി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ ഇവള്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർത്തില്ലല്ലോ, ഓടി വന്നിട്ട് ബൈബിൾ എടുക്കും. ഇത് പെട്ടെന്ന് എത്തും, മറിച്ച് അറിയാം. എന്നിട്ട് പായുക, നോക്കി വായിക്കും.
ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാൻ നേരത്ത് പരിശുദ്ധാത്മാവ് ചില വാക്കുകൾ എന്റെ അകത്തേക്ക് കുത്തി കയറ്റാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വചനത്തിന് സംസാരിക്കാൻ പറ്റുമല്ലേ? ബൈബിൾ കോളേജ് പഠിച്ചിട്ട്, CTH പഠിച്ച്, BTH പഠിച്ച്, MDV പഠിച്ചിട്ട്, വേറിട്ട് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ട്, ഞാൻ തന്നെ പ്രബോധിപ്പിച്ചിട്ട്, എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഒന്നും അറിയാൻ മേലാത്ത എന്റെ കുഞ്ഞിനെ കൊണ്ട് എന്നെ പഠിപ്പിച്ച ദൈവത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. You are in safe zone. You are in safe zone. ഹല്ലേലൂയ. രോഗം കേറി വരാൻ നേരത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എവിടെയായിരിക്കുന്നത് നിനക്കറിയാവോ? അപ്പൊ അതങ്ങനെ ചോദിക്കുന്നേ. യേശു ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു പടകിലൂടെ അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടലിന്റെ സ്വഭാവം അങ്ങ് മാറി. പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒറ്റ വാക്ക, ഒറ്റ വിചാരം, ശബ്ദത്തിൽ വിളിക്കുക, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് നിനക്ക്. യേശു എഴുന്നേറ്റിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നവരോട് പറയാണ്, തിരമാലയെ നീ അടങ്ങ്. നീ എവിടെ? കാറ്റെ നീ അടങ്ങ്. കാറ്റിനോട് പറയാ അടങ്ങാൻ. തിരമാലയോട് പറയാണ് നീ അനങ്ങരുത്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ ഇതിനോട് സംസാരിക്കാൻ കഴിയുന്ന ഒരുവനാണ്. ആ ബോധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ആ ബോധ്യം ഉണ്ടാകണം. ഞാനത് ആ വിശ്വാസത്തെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞല്ലോ. ആ ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ സഹായത്തെ കുറിച്ചുള്ള ഉറപ്പാണ് നിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് പ്രകടിപ്പിക്കാൻ ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 9-ാം വാക്യത്തിന്റെ താഴെ 1-2 വാക്യോട് വായിച്ച് അതിൽ 1-2 വിടുതലുകൾ മറഞ്ഞിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു വഴിയല്ല, എല്ലാ വഴി. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ വഴിയൊക്കെ തുറന്നോളൂ. അത് പറ. ഇത് നിങ്ങൾക്ക് ഏറ്റുപറയാൻ സമ്മതിക്കരുത്. ഒരു വഴിയല്ല, എല്ലാ വഴിയും എന്റെ ദൈവത്തിന് തുറക്കാൻ അറിയാം. ഹല്ലേലൂയ. 7 വഴി അழைച്ചാലും നിനക്ക് പുതുവഴി തുറക്കും. ഓ ആത്മാവിൽ പറ, ആത്മാവിൽ പറ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ നിന്നെ ഒന്നും അല്ലാതാക്കിയാലും നിന്റെ അകത്തൊരാളുണ്ട്. അല്ല, നീ അവന്റെ അകത്താണ്. ഹല്ലേലൂയ. ഇന്ന് പകല് പ്രത്യാശയുള്ള ദൈവമക്കളോട് പറയുന്നു, നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാവുന്നൊരു സ്ഥലത്താക്കിയേക്കുന്നത്. പറഞ്ഞേ, എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്. ചില കാര്യങ്ങളൊന്നും നമ്മൾ വെറുതെ ഇരുന്ന പോലെ തന്നെ ആയില്ല പരിപാടി മൊത്തവും. പക്ഷെ നിങ്ങൾക്ക് ഈ ബോധ്യം ഉണ്ടായിരിക്കണം, ഞാൻ എവിടെയായിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനി നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു ശാപവാക്ക് പറയരുത്. ആവശ്യമില്ലാത്തതൊന്നും കെട്ടി തലേ കേറ്റരുത്. ഞാൻ ഈ സാധാരണ കെട്ടും പോരും ബന്ധനവും പറയാത്ത ഒരാളാണ്. അതിന്റെ പിന്നിലൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, ഇസ്രയേൽ ഒരു ആഭിചാരം വലിക്കത്തില്ല. വലിക്കുമോ ഇല്ലയോ? ആ പറഞ്ഞ ഇസ്രയേൽ ഞാനാണ്. അവകാശം വന്നത് ജഡപ്രകാരമല്ല, ആത്മാവിനാലാണ്. അങ്ങനെ ആത്മാവിനാൽ ജഡപ്രകാരം അവർ ഇസ്രയേല്, ആത്മപ്രകാരം നമ്മൾ ഇസ്രയേല്. അതുകൊണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരാൻ പാടില്ല. ഒരു ആഭിചാരവും നിനക്ക് ഇനി എന്തേലും ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണമുള്ളൂ, നീ ഈ സ്പിരിച്വൽ കൺട്രോൾ വിട്ട് പുറത്തു പോയി. അകത്ത് വരിക എന്നുള്ളത് വേറെ പരിപാടിയില്ല. ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കർത്താവുമായിട്ട് ഒത്തിരി അടുത്തപ്പോ എനിക്ക് ബന്ധനം കൂടി വന്നു. ചൂരലെടുത്ത് അടിക്കണം. അത് ഈ വെളിപ്പാടില്ലാത്തത് കൊണ്ടാ. എന്താ? ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യമില്ലാത്തത്. ഇന്ന് പാടിയ 2ാമത്തെ പാട്ടിങ്ങനെയായിരുന്നു, ഭാവിയല്ല അവന്റെ കയ്യിൽ. നമ്മൾ പാടിക്കേ, രാവിലെ പാടാത്തവർക്ക് വീണ്ടും അവസരം കിട്ടുവാണ്. ഭാവിയല്ല കയ്യിലെന്നോ ഈ പാട്ടുകളൊക്കെ ഞാനിതിവിടെ പ്രസംഗിക്കണം എന്നുള്ള കൺഫർമേഷൻ എന്റെ അകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. എന്റെ ഭാവി അവന്റെ കയ്യിൽ സുരക്ഷിതമാണ്.
നിന്റെ എല്ലാ വഴികളിലും മോനച്ച എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൂതന്മാർക്ക് ആ വചനം കൊടുത്തിട്ടുണ്ടെന്നാ. ദൂതന് വചനം കിട്ടാതെ ദൂതൻ ഒന്നും ചെയ്യൂല. പലതും അടഞ്ഞു കിടക്കുന്നതിന്റെ പിന്നിലെ കാര്യം നിങ്ങൾക്ക് ബോധ്യമില്ല, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ബോധ്യമില്ല സഭ എവിടെയാണെന്ന്. അതുകൊണ്ട് തന്നെ ദൂതന് പണിയില്ലാതെ പുള്ളി വളരെയധികം മുഷിഞ്ചിരിക്കും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ദൂതൻ ഇനി വിശ്രമിക്കാൻ സമയം കൊടുക്കാത്ത രീതിയിൽ ഓടിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ആ ഒരു ആത്മ പുരോഗതിക്കകത്തേക്ക് വരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ സുരക്ഷിതമാണ്. ആ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആമേൻ. ഇത് പറയാൻ പറ്റുമോ? നീ വീണാ പോലും നിനക്കൊന്നും പറ്റാത്ത രീതിയിൽ സുരക്ഷിതമാണ് നീ. ചാടാൻ നിൽക്കരുത്. സാത്താൻ പറഞ്ഞ പോലെ അതേ കണ്ട ഗോപുരത്തിന് മേളിക്കരുത്, താഴോട്ട് ചാടരുത്, വന്ന ചാടാന്ന് വിചാരിക്കരുത്. അതൊരു സാഹസമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞെന്നാ തോന്നുന്നത്, നാവിന്റെ പിഴയെപ്പറ്റി ഞാൻ പറഞ്ഞത്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിനകത്തുനിന്ന് താഴോട്ട് വായിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ ഓടി വരുത്ത 5-ാം അധ്യായം എന്നൊരു വേഗത്തിൽ പറഞ്ഞെന്നാ തോന്നുന്നത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ഉമ്മ ഇരുന്നുണ്ട് ജൽപ്പരത്തോളം വിടുവായി പറയരുത്. നീ എവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവിടെ വെളിപ്പാടുണ്ട്. നീ എവിടെ ഇരിക്കുന്നത്? ഇൻ ക്രൈസ്റ്റിനകത്താണ്. ആ ക്വാളിറ്റിയിലുള്ള ശബ്ദമേ നിന്നിൽ നിന്ന് വരാവുള്ളൂ. ഏഴയാന്നും പുഴുവാന്ന് പോലും പറയരുത്. ദൈവത്തിന്റെ മകൻ എന്ന ക്വാളിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു താഴ്ചയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. ദൈവത്തിന് വേണ്ടത് അവന്റെ മകനെ ആയിരുന്നു. ദൈവത്തിന് ആദാമിൽ നഷ്ടപ്പെട്ടത് അവന്റെ മകനാണെങ്കിൽ സകല ജാതിയിലേക്ക് ജഡമായി പോയതിനെ അവൻ തിരിച്ചു പിടിക്കുകയാണ്. ഈ ആത്മാവിന്റെ സഹായത്താൽ തിരിച്ചു പിടിക്കുക. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ വേണ്ടത് പുഴുവായിട്ടല്ല, ദൈവത്തിന് നിങ്ങളെ വേണ്ടത് കൃമിയായിട്ടല്ല, ദൈവത്തിന് നിന്നെ സ്വന്തം മകനായി വേണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പണ്ടൊക്കെ എനിക്ക് തോന്നിയിട്ടിരുന്നത് കഷ്ടകാലത്ത് യേശു എന്റെ കൂടെ ഇല്ലാത്ത കൊണ്ടായിരിക്കാം. കഷ്ടകാലം എന്നൊക്കെ പറയുന്നത് കൊണ്ടാ. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ കൂടെ ആകെ ഉള്ള ഒരാളെ ഉള്ളായിരിക്കും, അത് യേശു ആയിരിക്കും. മനുഷ്യൻ കാണത്തില്ല. ഇത് കഷ്ടകാലാണെന്ന് നിനക്ക് തോന്നുന്നതാണ്. അപ്പൊ ആരാ? അപ്പോഴും യേശു ആയിരിക്കും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. ഇതറിയാവോ? നിങ്ങൾക്ക് സങ്കേത നഗരങ്ങളെ പറ്റി അറിയാവോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളൊരു കൈ നോക്കിക്കേ. അത് ഞാൻ ചോദിക്കുക ഏതൊക്കെയാണ്. ഒരു 6 നഗരങ്ങൾ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. പഴയ നിയമത്തിൽ നിൽക്കുന്ന ജനം അറിയാതൊരു പാപം ചെയ്താൽ, ഒരുത്തനെ കൊന്നാൽ, ഇത് പോയി നാളെ അത് ചെയ്തിട്ട് ഓടി വന്ന് എന്നെ പിടിക്കരുത്, ഇത് പഴയ നിയമത്തിന്റെ കാര്യമാണ്. ഹല്ലേലൂയ. കൊന്നാൽ ഇവനെന്നാ ചെയ്യണം? ഓടിക്കോണോ? ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം, അല്ല വിഷയമാണ്. ഈ കയ്യിന് ഇങ്ങനെ ആരെയാ കൊന്ന? തന്റെ അനുജനായ ഹാബേലിനെ കൊന്നിട്ട് ആരും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. ദൈവം വന്ന് തോണ്ടി ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ? പിന്നെ എന്നോടാണ് ചോദിക്കുന്നത്? എന്നോട് ഞാൻ എന്നെ അറിയാനാ? ഒരുമിച്ച് ആരാധിക്കാൻ പോയെന്നൊക്കെ ഉള്ള നേരാണ്. ഞാനവനെ കണ്ടിട്ടില്ല. നീ എന്റെ ആരാധനയിൽ പ്രസാദിക്കാത്തത് കൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് പോകുന്നവരൊക്കെ ഇതാണ് കുഴപ്പം. എന്റെ ആരാധനയിൽ പ്രസാദിക്കാത്തത് കൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് പോയി, നീ അവനായിട്ട് അവിടെ വർത്താനം പറഞ്ഞു നിന്നല്ലേ. അപ്പൊ ദൈവം പറയും, അവന്റെ ആത്മാവ് ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ഇതിന് ശേഷം കയ്യിനെ ആരെയും കൊല്ലാതിരിക്കേണ്ടതിന് കയ്യിനോട് ആരെയും ചെയ്ത 7 ഇരട്ടി അവനോട് ചെയ്യുമെന്ന രീതിയിൽ ഒരു നിയമം അവിടെ വെച്ചു. ആ നിയമത്തിന്റെ കാഠിന്യത വെളിപ്പെട്ടു വരികയാണ്. ന്യായപ്രമാണത്തിലൂടെ റിവീലായി. ഇങ്ങനെ ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു അപാകത ചെയ്താൽ അവനൊരു സേഫ് സോൺ ഒരുക്കിയിട്ടുണ്ട്. സേഫ് പ്ലേസ്.
ഗോത്രങ്ങളുടെ അനുസരിച്ച് ഒരു 6 സങ്കേത നഗരങ്ങൾ ഓടി അതിനകത്ത് കയറിയാൽ ഇവൻ മരണയോഗ്യനാണെങ്കിൽ പോലും ഇവന്റെ മേൽ കൈവെക്കാൻ ഒരുത്തനും അവകാശമില്ല. ഇത് കാണിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. മരണയോഗ്യനായ നിന്നെ ഓടിച്ച് കയറ്റിയത് ക്രിസ്തുയേശുവിനകത്തേക്കാണ്, അവന്റെ ആത്മാവിന്റെ സഹായം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, യഹോവേ നീ എന്റെ സങ്കേതമാണ്. മരണയോഗ്യനായിരുന്ന എന്നെ നിന്റെ സങ്കേതമാക്കി, നീ എന്ന വാസസ്ഥലത്തിനകത്തേക്ക് എന്നെ ആക്കി തീർത്തു. ഇതിൽ വലിയൊരു സേഫ് പ്ലേസ് നിങ്ങൾക്ക് കിട്ടാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയൊരിക്കലും തളരത്തില്ല, സഭയൊരിക്കലും തകർത്തുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച സിസ്റ്റമൊക്കെ തകരുമായിരിക്കും, നമ്മൾ ഉണ്ടാക്കി വെച്ച സംഘടനയൊക്കെ തകരുമായിരിക്കും, നമ്മൾ ഉണ്ടാക്കി വെച്ച പക്ഷെ സഭ തകരത്തില്ല. ആത്മാവിന് പറ. കാരണം ഈ സിസ്റ്റത്തിനകത്തൂടെ അല്ല സഭ ഹല്ലേലൂയ മുന്നോട്ട് ആക്സസ് ആകുന്നത്, അത് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലാണ്. ഞാൻ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം, അടുത്ത ആഴ്ച പ്രസംഗിക്കാം. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാ. വിശുദ്ധന്മാരുടെ അവകാശം പുത്രത്വം. ഒന്ന് പറഞ്ഞ്, വിശുദ്ധന്മാരുടെ അവകാശം പുത്രത്വം, അവകാശത്തിന്റെ മഹിമാതനം ക്രിസ്തു. എത്ര പേർക്ക് കിട്ടി? എത്ര പേർക്ക് മനസ്സിലായി? ഇത് മനസ്സിലാകുന്നില്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്നറിയിപ്പ്. ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്താണ്? ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മഹിമാദനം എന്ന് പറഞ്ഞത് ഈ മർമ്മത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന മഹിമാദനം. കൊലോസി സഭയോട് പറയാണ്, സഭയെ നിങ്ങൾ ഭൂമിയിൽ നിൽക്കുകയാണിപ്പോൾ, നിന്നെ സ്വർഗത്തിൽ ഇരുത്തി ഭൂമിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹിമാദനം ഇരിപ്പുണ്ട്. സത്യത്തിൽ ഈ വെളിപ്പാട് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? മഹിമാദനം എന്ന ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ. ആമേൻ. ഇത് മനസ്സിലാകുന്നവർ ഇനി മുതൽ ബൈബിൾ വായിച്ചാൽ ബോംബ് പൊട്ടും. നിങ്ങളുടെ വായനയ്ക്കകത്ത് ബോംബുകൾ പൊട്ടും, വിടുതലുകൾ ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ നിങ്ങളിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അവകാശം എന്താണ്? പുത്രത്വം. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥന? എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാതെ ഇത് പറഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അത് നിമിത്തം എന്നാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അത് നിമിത്തം, അങ്ങനെയാണോ? നിമിത്തം 16-ാം വാക്യം. ആദ്യ നിമിത്തം. ഏത് നിമിത്തം എന്ന വാക്ക് ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള എന്താണ്? അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അഥവാ നീ ഒരു സേഫായ സോണിലേക്കായി. എന്നിട്ട് സഭയോട് പറയാണ്, നീ ഒരു സേഫായ സോണിലേക്കായി എന്നതുകൊണ്ട് ഞാൻ പൗലോസ് എന്ന ഞാൻ നീ ജനിപ്പിച്ച സഭയാകുന്ന എഫെസോസിനകത്ത് വിശുദ്ധന്മാരിൽ തമ്മിൽ സ്നേഹവും യേശുക്രിസ്തുവിനോട് വിശ്വാസമുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. അത് നിങ്ങൾ ആദ്യകാലം മുതൽ, ആദാം എപ്പോഴാണോ വീണേ അന്ന് മുതൽ എൻ്റെ പിതാവിനെ നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കേണ്ടതിന് നിങ്ങൾക്ക് ലഭിച്ച ആത്മാവിനകത്ത് വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെ ആത്മാവിനെയും തുറന്നു വരണം. ആമേൻ. അങ്ങനെ തുറന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി തുറക്കും. ഹൃദയദൃഷ്ടി അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നീ ഭൂമിയിലാണെന്നും പുഴുവാണെന്നും ഇതൊക്കെ പറയുന്നത്. ഹൃദയദൃഷ്ടി തുറന്നാൽ ഒറ്റ വാക്കേ ഉള്ളു, ഭൂമി എന്നുള്ളത് നിനക്കൊരു പ്രശ്നമല്ല,
ജഡം എന്നുള്ളൊരു പ്രശ്നമല്ല. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഹൃദയത്തിന്റെ ദൃഷ്ടി തുറന്നാൽ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് കൃത്യം അറിയാൻ പറ്റും. നിന്നെ വിളിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ വിശുദ്ധന്മാരിലുള്ള നിന്റെ അവകാശം, പുത്രത്വത്തെ കുറിച്ചുള്ള ബോധ്യം വരും. നിന്റെ കാതലായ വിഷയം തുറക്കുന്ന ഇവിടെയാണ്. ആത്മാവിന്റെ സഹായം നിന്നിലേക്ക് തുടങ്ങുന്നത് നീ യഥാർത്ഥ ദൈവ മകനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന ഏറ്റവും വലിയ വെളിപ്പാട്, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് നീ പ്രാപിച്ചത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അബ്ബാ, ഞാൻ വിളിക്കുന്ന അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന അതേ ആത്മാവിനാൽ. ഈ വെളിപ്പാടിനകത്തേക്ക് കയറാൻ നേരത്ത് ഹല്ലേലൂയ ആ സങ്കീർത്തനത്തിനകത്ത് പറയുന്ന അവൻ എന്നോട് പറ്റിയിരിക്കയാൽ എന്ന വേർഡ് കറക്റ്റ് ആകുന്നു. ഹല്ലേലൂയ, തമ്മിൽ വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അടക്കി പിടിച്ചിരിക്കുകയാണ് നിന്നെ. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവിന്റെ സഹായം നിന്നിലേക്ക് എങ്ങനെയെന്ന് നീ അറിയണം. അറിഞ്ഞാൽ നീ ആള് മാറിയിരിക്കും. ഒരുമിച്ച് എഴുന്നേക്കാം. ഞാൻ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി പ്രസംഗിക്കാം. കണ്ണുകളടച്ച് ദൈവശരണത്തിലൊന്ന് വിട്ടുകൊടുത്താട്ടെ, പൂർണ്ണമായി ഒന്ന് വിട്ടുകൊടുത്ത്. കർത്താവെ, ഈ പ്രസംഗിച്ച ദൈവാശ്രയമുള്ള വാക്കുകൾക്കകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യഥാർത്ഥ മിസ്റ്ററി, യഥാർത്ഥ രഹസ്യം, യഥാർത്ഥ മർമ്മം പരിശുദ്ധാത്മാവെ എനിക്ക് തുറന്നു നൽകണമേ, തുറന്നു നൽകണമേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ ഓ കാവൽ പരിശുദ്ധാത്മാവൻ കൂടെ വേണം. ചേർന്ന് എല്ലാവരും കൂടെ പാടിക്കാം, ഹൃദയത്തോടെ പറയേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. ഓ എന്നോടു മിണ്ടും, എൻ കൂടെയിരിക്കും, എന്നോടു മിണ്ടും, എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ദാദാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ